വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ ഞങ്ങൾ ഈ ഹോളിഡേയ്സ് ആയിട്ട് ദുബായിലേക്ക് കറങ്ങാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ഓ റുവ ബേബി നല്ല ഉറക്കത്തിലിരുന്ന് മുഖം കണ്ട. നമുക്ക് പോയി വെക്കാം എങ്ങനെ ഇവിടുത്തെ സംഭവം. നമുക്ക് ഇപ്പൊ ഇങ്ങനെ കേറാം, പുറത്തുനിന്ന് കയറാം. പുറത്തുനിന്ന് നമുക്ക് വേറെ വീഡിയോ എടുക്കാം. നമ്മൾ ഈ പാർക്കിംഗ് കൂടെ തന്നെ എൻ്റർ ചെയ്യണം. ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തോണ്ടിരിക്കണം. വേറെ സെറ്റപ്പ് തന്നെയാണല്ലോ. വേറെ സെറ്റപ്പ് തന്നെയാണല്ലോ. ഇതാണ് എന്താണ് ഇതൊക്കെ? ഓ മൈ ഗോഡ്, അവിടെ മേലക്ക് പോകാൻ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ ലിഫ്റ്റ് ഉണ്ട്, സ്റ്റെയർസ് ഈ സൈഡിലുണ്ട്. നമ്മള് വീഡിയോയില് കാണാറില്ലേ പെർഫ്യൂം ഉണ്ടാക്കണത്? നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള മിക്സ് പെർഫ്യൂം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അല്ല മക്കളെ 145 രൂപയാണ് പെർഫ്യൂം ഉണ്ടാക്കാൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ദുബായ് ഷെയ്ഖ് എഴുതിയിട്ടുള്ള ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു പോയമാണ് കേട്ടോ. ഇവിടെ ഫുൾ എഴുതി വെച്ചിട്ടുള്ളത് അറബിയിൽ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങള് കേറണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ നോക്കിയപ്പോ അവിടുത്തെ ടിക്കറ്റ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആണ്. ഇതിന്റെ എൻട്രി ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഇതിന്റെ മുകളിൽ അതെ നമുക്ക് ഫസ്റ്റ് കാണിച്ചു തരാം. ആ മേലത്തെ ഭാഗത്തേക്കും കൂടി നമുക്ക് പോവാം. ഇവിടെ മൊത്തം 7 ഫ്ലോർസ് ഉണ്ട് ഈ ബിൽഡിംഗിൽ. അതിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഓഡിറ്റോറിയം, എമിറേറ്റ്സ് ടവർ, മെട്രോ സ്റ്റേഷൻ, റെസ്റ്റോറൻറ്റ്, ബേബി കെയർ ഇവിടെ ഉണ്ട്. നമുക്ക് മേലേക്ക് പോയി നോക്കി നോക്കാം. ഇവിടെ നല്ല തിരക്ക്, അല്ലെങ്കിൽ നല്ല ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നില്ലേ? ഇതിന്റെ ഉള്ളിൽ നോക്കൊരു വെറൈറ്റി അല്ലേ? നല്ല ഭംഗിയുണ്ട്. തിരിച്ചു പോകാനുള്ള വഴി അറിയോ? ഇത് മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണത്. ഈ നേരെ പോണതാ. ഇത് എഴുതി വെച്ചിരിക്കുന്നു എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടാ. നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്താലോ? ആരെങ്കിലും കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാം, ആരെങ്കിലും വിളിക്കാം. ബേബി വന്നേക്കണത് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് ബംഗാളിനെ കൊണ്ടാണ് ഇവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ചത് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കാം എന്താ സംഭവം ഉള്ളത്. ഓഡിറ്റോറിയം എന്നാണ് എഴുതി വെച്ചേക്കണ അവിടെ. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റുന്നു. നല്ല റഷാണ് കേട്ടോ. എന്നാൽ ആകെ എല്ലാവരും ഫുള്ളാന്നാണ് ഇവിടെ പറയണത്. നമ്മളിത് തിരിച്ച് താഴത്തേക്ക് നടക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം.
ആ പുറത്തുനിന്നുള്ള വ്യൂ അടിപൊളിയല്ല. അപ്പൊ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. Bye. Ready, 1, 2, 3. Odia. Yes. എല്ലാരും കണ്ട ഇതാണ് നമ്മളെ പുറത്തുനിന്നുള്ള വ്യൂ. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന്റെ നല്ല അടിപൊളിയിലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അടിപൊളി. ഇതിൽ പറയുന്നുണ്ട് എന്ത് ബുർജ് ഖലീഫയിൽ താമസിക്കുന്ന ആൾക്കാരെ അവർക്ക് ഉള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? അവർക്ക് ബുർജ് ഖലീഫയുടെ വ്യൂ കിട്ടൂല. അതുപോലെ തന്നെ നമ്മൾ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ എത്തി, പക്ഷെ നമുക്ക് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന്റെ വ്യൂ കിട്ടൂല അല്ലേ? പുറത്തുനിന്ന് കിട്ടും, പക്ഷെ ഇത് അത്രക്ക് ക്ലിയർ അല്ലല്ലോ. കറക്റ്റ് ആ ഒരു ഷേപ്പ് ഒന്നും കാണാം. നമ്മള് കാറിൽ പോകുമ്പോഴാണ് ഫുൾ ആയിട്ട് കാണാം. ഇവിടേക്ക് വന്നപ്പോ വേറെ പോയിന്റ് ഉണ്ടാവോ ഫുൾ ആയിട്ട് കിട്ടണേ? പിന്നെ അപ്പുറത്ത് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് പോയിന്റ് കിട്ടും. പക്ഷെ ഇതന്നെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ, അടിപൊളിയാണ്. നമുക്ക് ഇവിടെ നിന്നിട്ടും കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഞങ്ങളിത് ഈ ഒരു ഏരിയന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ബാക്ക് സൈഡിലെ ഞങ്ങൾക്ക് എടുത്തുന്ന ഫോട്ടോ അടിപൊളി ഫോട്ടോ ആണ്. ഈ ഒരു ഫ്രെയിമിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാലോ. അടിപൊളിയാണ്. ഇന്ന് പെരുന്നാളെ ലീവായ കാരണം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഉള്ളിലൊക്കെ നല്ല റഷ് ഉണ്ടായിരുന്നു. ഞങ്ങള് 1 മണിക്കൂറിന്റെ ഇതിട്ടിട്ടാണ് വന്ന സമയം 1:12:30 11:50 ഇട്ടതാണ്. 12:50 പോകണം, അല്ലെങ്കിൽ 15 റംസിന്റെ മേലെ നമ്മൾ വെറുതെ കട്ടാക്കും. ഇവിടെ ഇപ്പൊ നമുക്ക് കാണാനുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ട്. ഇനി നമ്മൾ പോവല്ലേ? പിന്നെ നല്ല വെയിലും ഉണ്ട്. ശരിക്കും റമദാൻ കഴിഞ്ഞപ്പോ AC-യുടെ സ്വിച്ച് ഓഫ് ചെയ്ത പോലെയാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. നല്ല ചൂടായി, നല്ല വേർക്കുണ്ട് കേട്ടോ. നമ്മളൊക്കെ എന്താ രസല്ലേ. വന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് കാണാൻ പറ്റുന്നു. കണ്ട, ഞങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കുന്നു കേട്ടാ, ഇതെന്താ അവിടെ വരാത്ത. നമ്മൾ കേറി വന്നപ്പോ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ, ഇപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത്. സംഭവം കേട്ടാ, എങ്ങനെ ഇത് ഫ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. ഇതിന് കണ്ട 2 സൈഡില് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്ന നോക്കട്ടെ. ഇതിന് കണ്ട പുറത്താണ് അതിന്റെ ഇതുള്ളത്, എന്താ ഫാൻ ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ആക്കുന്നത്. 2 സൈഡിലും ഫാൻ ഉണ്ട്. അതിന്റെ ആ വിങ്സ് പോലെ ഉള്ളത് അത് ജസ്റ്റ് വെറുതെ മൂവ്മെന്റ് ആണ്. അതുകൊണ്ടല്ല അത് ഫ്ലൈ ചെയ്യുന്നത്. അതിന് 2 സൈഡിൽ 2 ഇമ്പല്ലർ പോലെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഫ്ലോട്ടിംഗ് ഒക്കെ. പക്ഷെ അത് മാത്രല്ല, ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടാവണ്ട, നല്ല ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. വേറൊന്നും കാണാനില്ല. ബേബിക്ക് കാണിച്ചു കൊടുത്തിട്ട് ബേബി നോക്കണില്ല. കുറച്ചും കൂടി വലുതായാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ? നമുക്ക് വണ്ടിക്ക് പോവാ. അപ്പൊ നമുക്ക് ഇനി തിരിച്ച് വണ്ടിക്ക് പോവാം. പാർക്കിങ്ങിന്റെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് നേരെ ഈ ഒരു കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടാ. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇക്കുവാണെങ്കിൽ പാർക്കിംഗ് കിട്ടാണ്ട് പാർക്കിങ്ങിന് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. അപ്പോഴത്തേക്കും ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ 2 ചിക്കൻ ലഗൂൺ ബിരിയാണി പറഞ്ഞ് ഫുഡ് വരികയും ചെയ്തിട്ടാ. പക്ഷെ ഇക്കൊരു ഇതുവരെ പാർക്കിംഗ് കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ്. ഞങ്ങൾ കോഴിക്കോട് സ്റ്റാറിൽ നിന്ന് ഇപ്പൊ നേരെ ബുർജുമാൻ മോളിലേക്ക് എത്തിക്കാണ്. അവിടെ ഭയങ്കര തിരക്കാണ്ട. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത്രയും നേരം ഇക്കൊരു പാർക്കിംഗ് കിട്ടിയില്ല. അപ്പൊ ഞാൻ പാർസലാക്കിക്കോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2ഉം പാർസലാക്കിയിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കേണ്ട. എങ്ങനെയുണ്ട് ഫുഡ്?
അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ചിക്കൻ ലഗൂൺ ബിരിയാണി ഒക്കെ കഴിച്ചു. എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മളെ കോഴിക്കോട് സ്റ്റാർ ഹോട്ടലിലത്തെ ചിക്കൻ ലഗൂൺ ബിരിയാണി നല്ല അടിപൊളിയാണ്. പക്ഷെ അവിടുത്തെ തിരക്കാണ് സഹിക്കാൻ പറ്റാത്തത്. ഇതിനു മുമ്പ് ഞങ്ങൾ ദുബായ് വന്നപ്പോഴും അൻസിക്കാനൊക്കെ ഇട്ട് ഞങ്ങൾ ഒന്നിച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും പാർക്കിങ്ങിന് സ്ഥലമില്ലാണ്ട് നമ്മൾ പിന്നെ ആ ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പോൾ ഇന്നും പാർക്കിങ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കഴിച്ച് എന്തായാലും അടിപൊളി ബിരിയാണി ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. മൊയ്റ്റോ വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കിനി ബുർജുമാൻ മോളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വായന്ന് വരലെടുക്ക്, നല്ല കുട്ടിയായിട്ടിരിക്ക്. പാവം കുട്ടിക്ക് കൊടുക്കാണ്ട് കുടിക്കാനായിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങള് ബുർജിമാനിൽ ഇങ്ങനെ ഫുഡ് കോർട്ടിൽ ഇരിക്കുമ്പോൾ താഴെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, വേഫിൾ സോൺ. അപ്പോൾ അന്ന് താഴെ എഴുതി വെച്ചിട്ടുണ്ട് വേഫിൾ ഓഫ് ദി ഡേ ദിർഹംസ് 10 ഓൺലി എന്നാണ്. അപ്പോൾ അന്ന് നോക്കിയതാണ് ഞാൻ വിചാരിച്ചു ചെറിയ എന്തെങ്കിലും വേഫിൾ ആയിരിക്കും, നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ വേഫിളിൻ്റെ ഒരു ക്വാർട്ടർ വേഫിൾ മാത്രം ആയിരിക്കും എന്ന് വിചാരിച്ചത്. നീ അങ്ങനെയല്ലേ? ആണ് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ചോദിച്ചു എന്താ വേഫിൾ ഓഫ് ദി ഡേ ചോദിച്ചപ്പോൾ പറഞ്ഞു പിസ്താഷ്യോ ആണെന്ന്. നല്ല അടിപൊളി പിസ്താഷ്യോന്റെ വേഫിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രൈ ആക്കി നോക്കാം. എന്ത് ടോപ്പിംഗ് ആണ് അതിന്റെ മേലുള്ളത്? പിസ്താഷ്യോ അല്ല, മറ്റേ ഈ ക്രീം എന്താ? നോർമൽ വിപ്പിംഗ് ക്രീം. നോർമൽ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. വെറുത്തല്ലേ? ആ, നീക്ക് ട്രൈ ആക്കി. രസമുണ്ടല്ലേ? കോക്കനട്ടിന്റെ ടേസ്റ്റ് എവിടേക്കോ വരും. ആ, അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടാ. ഞങ്ങളങ്ങനെ കുറച്ച് ടൈമൊക്കെ ആ ബുർജുമാൻ മോളിൽ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ നമുക്ക് സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ബീച്ചിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ദുബായിൽ തന്നെയുള്ള കൈറ്റ് ബീച്ചിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ദുബായിൽ എല്ലായിടത്തും പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ നേരം ഒന്ന് കറങ്ങി പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി നമുക്ക് പാർക്കിംഗ് കിട്ടി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇക്കും ഇതേ അവിടെ പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക് വന്നിട്ട് നമുക്ക് അവിടെ പോയി നോക്കാം. റുവ ബേബി, വെയിലുണ്ടല്ലേ ബേബീസ്? കുഞ്ഞാപ്പി അവിടെ, കുഞ്ഞാപ്പി. റുവ ബേബി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബീച്ചിലേക്ക് വരുന്നത്. നമ്മൾ ഇതുവരെയും റുവാനായിട്ട് ബീച്ചിലൊന്നും പോയിട്ടില്ല. റുവ ബേബീൻ്റെ ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ്. നമുക്ക് കുറച്ച് ഫോട്ടോസും റീലൊക്കെ എടുക്കാം. കണ്ണ് തുറക്കാൻ പറ്റണില്ല വെയിലായിട്ട്.
പാർക്കിംഗ് ഫീ ഇല്ല? പാർക്കിംഗ് ഫീ ഇല്ല, ഫ്രീ ആണോ? ആ. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ട് കേട്ടാ, ഒരാളുണ്ട് ഇതിന്റെ ഉള്ളിൽ. കണ്ടേ ബേബി വിളിച്ചേ, കണ്ടേ. നല്ല വെയിലുള്ളതുകൊണ്ട് റുവാക്ക് ഷോൾ ഇട്ട് കൊടുത്തേക്കാണ്. ഇവിടെ ക്യാപ്പ് എടുക്കാൻ പറഞ്ഞു. നമ്മള് ബീച്ച് നമ്മളുടെ പ്ലാനിൽ ഇല്ലാത്തതായിരുന്നു. അല്ലെങ്കിൽ അത് എടുത്താൽ മതിയായിരുന്നില്ല ക്യാപ്പ്. മറ്റേത് എടുത്ത് ഞാൻ രാത്രി തണുപ്പായിരിക്കുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനത്തെ ചെവി കവർ ചെയ്യണ പോലത്തെ എടുത്ത്. ഇത് വെയിലാവുമ്പോ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, DJ. കൊറേ ആൾക്കാരുണ്ടല്ലേ ഇവിടെ. ഒരു ഫാമിലീസിനെ മാത്രമാണ് കേട്ടിട്ടുള്ളൂ കേട്ടോ, ബാച്ചിലേഴ്സിനൊന്നും എൻട്രി ഇല്ല. ബാച്ചിലേഴ്സിനൊക്കെ തിരിച്ചു വിട്ട്. നമ്മളെ പിന്നെ ബേബിനെ കണ്ടപ്പോ തന്നെ അവർ ഉള്ളി കയറ്റി. അങ്ങനെ ഇവിടെ കൊറേ പാർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള. ബീച്ചില് വന്നിട്ടുണ്ടോ? ഹായ്. ഞങ്ങൾ കൈറ്റ് ബീച്ചിൽ പോയിട്ട് പിന്നെ അവിടുന്ന് സൺസെറ്റ് ആവാനൊന്നും നിന്നില്ല. അതിന് മുന്നേ തന്നെ ഇറങ്ങിയിട്ടാ, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ റുവാക്കും ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് വേഗം തന്നെ ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിലുള്ള B11 അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ട്രൈ ആക്കി നോക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കണം. അപ്പോൾ അത് ട്രൈ ആക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ. ഇവിടെ മുമ്പത്തെ അത്ര തിരക്കില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ക്യൂവിൽ വെയിറ്റിംഗ് ആണ്. ഞങ്ങളങ്ങനെ B11 കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് അത് ട്രൈ ആക്കാനായിട്ട് സിറ്റി സെൻറ്ററിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെയും ഭയങ്കര തിരക്കാണ്. ഈദായ കാരണം എല്ലാ സ്ഥലത്തും ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 2 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ട്രൈ ആക്കി നോക്കാം എങ്ങനെയുണ്ട് ഓരോ ഐറ്റംസും. നമ്മൾ 4 ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? ഒരു റമദാൻ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഉണ്ട്, അതിൽ 2 ഉണ്ട്. അല്ലാണ്ട് 2 ഐറ്റംസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. റുവ വർത്താനം പറയണ്ടല്ലോ, റുവ ബിബി വർത്താനം പറയണ്ട എല്ലാരോടും. കഴിഞ്ഞപ്പോ അവള് നല്ല ഉറക്കായിരുന്നിട്ടാ, ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് എണീച്ചതാണ്. സ്ട്രോബെറി ചീസ് കേക്ക് കഴിക്കാൻ മധുരമൊന്നും ഇല്ലാണ്ട്
സിറ്റി സെൻറ്ററിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ നല്ല അടിപൊളി ഡേ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ചിക്കു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ. ബൈ പറഞ്ഞ റുവ ബൈ ബൈ പറഞ്ഞ എല്ലാവരോടും ബൈ. ഫ്ലൈങ് കിസ് കൊടുത്തോ.